ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മൾ പച്ചമാങ്ങ ഇട്ടുള്ള ഒരു ദാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ദാൽ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പച്ചമാങ്ങ തൊലി കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ ആ ദാൽ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. നമ്മൾ ദാൽ കഴുകിയെടുത്തു, അതിലേക്ക് പച്ചമാങ്ങ മുറിച്ചിട്ടു. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, 1/2 ടീസ്പൂണ് എണ്ണ ഒഴിച്ചു. ഇനി കുക്കറിലോട്ട് വെച്ച് ഒരു 3-4 വിസിൽ വരെ വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് കടുക് വറുക്കും. നമ്മൾ ദാൽ കടുക് വറക്കുന്നതിന് വേണ്ടിയിട്ട് കടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കടയിൽ നമ്മൾ എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ജീരകം ഇട്ടു. ജീരകം, കറിവേപ്പില, 2 വറ്റൽമുളക്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളി ചതച്ചത്, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയുണ്ട്, പിന്നെ ഒരു 4 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ കടുക് വറുത്തതിലേക്ക് ഡാൽ ഒഴിച്ചു കൊടുത്തു. ഇത്തിരി വെള്ളം കൂടെ ഡാൽ വെച്ച് പാത്രം കഴുകി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു. ഇനി നമ്മൾ ആദ്യമേ ഇത് വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ഇത്തിരി മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ ടൊമാറ്റോ ഇടുന്നതിന് പകരമാണ് ഈ മാങ്ങ ഇടുന്നത്. നമ്മൾ ഡാലിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തു. അപ്പം മല്ലിയില ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്തു. പിന്നെ അല്പം ഞാൻ പറഞ്ഞല്ലോ, അല്പം ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ സാധാരണ മാങ്ങ ഇട്ട് നമ്മുടെ നാട്ടിലൊന്നും ദാൽ ഉണ്ടാക്കാറില്ല. മാങ്ങയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെ ചെയ്യരുത്. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.